നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഒരു പൊൻ തിരുവോണകൂടി മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഓണാഘോഷ തിരക്കിലാണ് എന്നറിയാം. നന്മയുടെ സമൃദ്ധിയുടെയും ഒക്കെ കാഴ്ചകൾ ഒരുക്കി ഇന്ന് പൊന്നിൻ തിരുവോണം ഉത്സവ ദിനത്തെ വരവേറ്റ് കഴിഞ്ഞു. മലയാളികൾ എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ് എന്നറിയാം. ഇപ്പോൾ മലയാളികളെ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓണാശംസ സന്ദേശം എത്തിയിരിക്കുകയാണ്. എന്താണ് പ്രധാനമന്ത്രി ആശംസിച്ചിരിക്കുന്നതെന്ന് നോക്കാം. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണിത്. ഈ ഉത്സവം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെ എന്നാണ് പ്രധാനമന്ത്രി മലയാളത്തിൽ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മലയാളികൾക്കായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഓണം നമുക്ക് പകരുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മലയാളി മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന മഹത്തായ ആഘോഷമാണ് ഓണം. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമുക്ക് ഈ ഓണം പകരട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയട്ടെ. അശരണർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും കരുതലും കൈത്താങ്ങുമായി നാടിന്റെ പുരോഗതിയിൽ എല്ലാവർക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. കേരളത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും മാനവികതയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ പ്രതീക്ഷകൾക്ക് ഈ ഓണം തുടക്കമാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. മലയാളത്തിന്റെ മഹനീയ സങ്കല്പമാണ് ഓണമെന്നും ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മലയാളികളുടെ അഭിമാനകരമായ ആഘോഷമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതുമാണ് ഓരോ ഓണാഘോഷങ്ങളും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. പ്രകൃതി ദുരന്തമുണ്ടാക്കിയ പ്രയാസങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ അതിജീവനത്തിനുള്ള കരുത്തും ആത്മവിശ്വാസവുമാണ് ഓരോ ആഘോഷങ്ങളിലൂടെയും നാം കൈവരിക്കുന്നത്. ഓണാഘോഷത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സന്തോഷവും മുന്നോട്ടുള്ള യാത്രയിൽ കരുത്ത് നൽകുന്നതാകട്ടെ ഇത്തവണത്തെ തിരുവോണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വിതച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും ലാഭമുണ്ടാക്കുന്നവർ തക്കം പാർത്തിരിക്കുന്ന ഈ കാലത്ത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കാനാകണം. അതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ സന്ദേശവും. കേരളത്തിലെ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാം ഊഷ്മളമായ ആശംസകൾ നേരുന്നുവെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതേസമയം ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ തിരുവനന്തപുരത്ത് കനകക്കുന്നും ഓണാഘോഷത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയൊരു റിപ്പോർട്ടുണ്ട്. കനകക്കുന്ന് മിഴി തുറക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ മലയാളി വാർത്ത പ്രേക്ഷകർക്കായി തയ്യാറാക്കിയൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. കനകക്കുന്നിൽ എന്തൊക്കെയാണ് ഉള്ളത്, കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിലേക്ക് മേഘ നോക്കൂ, ഇവിടെ മറ്റൊരു സജ്ജീകരണവും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ പണ്ടത്തെ പഴമയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പാവക്കൂത്ത്. അതായത് പാവക്കൂത്തല്ലല്ലോ, നിഴലാട്ടം. പ്രവർത്തകരോട് ചോദിക്കാം. നമ്മൾ പറഞ്ഞു തെറ്റിക്കണ്ട, കൺഫ്യൂഷൻ ആയി പോയി. എന്താണ് ശരിക്കും ഇത്? പാവക്കൂത്താണോ നിഴലാട്ടമാണോ? നിങ്ങൾ അല്ലല്ല, ഞങ്ങള് പാലക്കാട് ബേസ് ചെയ്തവരാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു ആഴ്ച നമ്മുടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി പർപ്പസിന് വേണ്ടി വന്നതാണ്. എന്താണ് തോൽപ്പാവക്കൂത്ത് എന്ന് പുതിയ തലമുറയ്ക്ക് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പെർഫോമൻസ് ആണ് അവിടെ നടക്കുന്നത്. ആക്ച്വലി തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും എന്താണെന്ന് അറിയില്ല, സിനിമയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആദ്യ സിനിമാ രൂപമാണ് തോൽപ്പാവക്കൂത്ത് എന്നും അതിന്റെ ബാക്ക് സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഇത് ആക്ച്വലി കുറവാ. നമ്മള് 6, 7, 8, 30 ആൾക്കാർ വരെ ടീം നമുക്കുണ്ട്. നമ്മൾ ഇവിടുത്തെ പെർഫോമൻസ് അനുസരിച്ചാണ് ആൾക്കാർ വെച്ച് വരുന്നതാണ് ഇവിടെ ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട്. ഇതെങ്ങനെയാണ് മുഴുവനായിട്ട് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണോ അതോ എന്തെങ്കിലും 15 തലമുറയായിട്ട് തോൽപ്പാവക്കൂത്ത് ചെയ്യുന്നതാണ്. ചേട്ടാ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ എല്ലാരും ചെറുപ്പക്കാരാണ്. അപ്പോ ഇത് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നവരാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് ടൈം പോലെ നോക്കുന്നവരാണോ? എന്താണ് സംഭവം? നമ്മൾ തോൽപ്പാവക്കൂത്ത് ഫാമിലി ട്രഡീഷണലായി ചെയ്യുന്നതാണ്. ഏകദേശം 10-15 തലമുറയായി നമ്മൾ തോൽപ്പാവക്കൂത്ത് ചെയ്തു വരുന്നത്. മുത്തശ്ശനാണ്
KL കൃഷ്ണൻകുട്ടിപ്പിള്ളവരാണ് ആദ്യമേ തോൽപ്പാവക്കൂത്ത് പുറം വേദിയിൽ എത്തിച്ച് അദ്ദേഹം 2 പ്രാവശ്യം നാഷണൽ അവാർഡ് ലഭിച്ചതാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് എന്റെ അച്ഛൻ വിശ്വനാഥ പുലവർ തോൽപ്പാവക്കൂത്ത് പഠിച്ചു. അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ എല്ലാവരും ലൈക്ക് ഇതിൽ സ്റ്റുഡൻസ് ഉണ്ട്, വേറെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഞങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചാണ് തോൽപ്പാവക്കൂത്ത് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോ ഇതിന്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ട്? പണ്ടത്തെ കലാരൂപം എന്നറിയാം, അപ്പൊ പണ്ടത്തെ ആളുകൾ ഇതിനെ കാണുന്നതും ആസ്വദിക്കുന്നതും അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളവരും. അതായത് തോൽപ്പാവക്കൂത്തിന് ഒരു എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട് തോൽപ്പാവക്കൂത്ത്. ഈ 1960s തോൽപ്പാവക്കൂത്ത് പുറം വേദിയിൽ എത്തിച്ചത് അങ്ങനെ ഒരു ഡൗൺ ആയ സമയത്തായിരുന്നു. അതിനുശേഷം ഒരുപാട് അപ്പിലേക്ക് എത്തി. പിന്നീട് ഒരു സമയത്ത് ഈ കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരി നമുക്കെല്ലാം വന്നതിന്റെ പ്രശ്നത്തിൽ ആഫ്റ്റർ കോവിഡ് ഇപ്പൊ കുറച്ചും കൂടി റൈസിംഗ് ആയി വരുന്നത്, അത് കുറച്ചും കൂടി കയറി വരുന്നുണ്ട് തോൽപ്പാവക്കൂത്ത്. യുവാക്കളിലേക്ക് ഡെമോൺസ്ട്രേഷൻസ് ആയിട്ടും വർക്ക്ഷോപ്സ് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് റീൽസിലൂടെ തോൽപ്പാവക്കൂത്ത് ഫെമിലിയർ ആവുന്നുണ്ട്. അങ്ങനെ തോൽപ്പാവക്കൂത്തിനെ കാണാനും അറിയാനും കൂടുതൽ ആൾക്കാർ എത്തുന്നുണ്ട്. ഇവിടെ കനകക്കുന്നില് ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അല്ലല്ല, ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, പെർഫോമൻസിന് വേണ്ടി വന്നിട്ട്. പക്ഷെ ഡെമോൺസ്ട്രേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ്. അപ്പൊ നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ്, കാരണം കൂടുതൽ കലാരൂപങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇതുവഴി ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് കാണാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ. എന്തായാലും പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നതിനൊപ്പം തന്നെ ഞങ്ങൾക്കും ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ ഒരു ഈ പറയുന്ന പോലെ സിനിമകളിൽ മാത്രം കണ്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പുസ്തകങ്ങളൊക്കെ എവിടെയൊക്കെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളും ആ കലാകാരന്മാരെ നേരിട്ട് കാണുന്നു. അതിനുള്ള അവസരം ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കിട്ടുന്നു. എന്തായാലും കനകക്കുന്നിൽ ഇത്തവണ ഒരു വെറൈറ്റി ഫെസ്റ്റ് തന്നെയാണ് എന്നത് ഈ ചിത്രങ്ങളിലൂടെ ഒക്കെ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. ഓക്കെ, അപ്പോ നമ്മള് ലൈറ്റ് ഒക്കെ ഓൺ ആക്കുന്നതിന് മുന്നേ ഉള്ള കാഴ്ചകളാണ് കണ്ടത്. വൈകുന്നേരം ആകുമ്പോൾ ഇതിനെക്കാട്ടി മനോഹരമാണ്, നമ്മൾ കണ്ടതിനെക്കാട്ടി അപ്പുറം ആയിരിക്കും. അപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 30-ാം തീയതി വരെ ഉണ്ട്. എല്ലാവരും വന്ന് പറ്റുന്നവരൊക്കെ കാണുക, അല്ലാത്തവർ ഞങ്ങൾ ഈ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും മലയാളി വാർത്താ ടീമിന്റെ വക ഓണാശംസ. ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം തന്നെ ഇത്തവണ ഓണം തൂക്കും കേട്ടോ. അത് കാണാം. എന്തായാലും ഇപ്പൊ ഉള്ളത് വെച്ച് അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും പരിപാടി എന്നുള്ളത് കാത്തിരുന്ന് കാണാം.